ടെൻഷൻ ഉണ്ടോ? സെറ്റല്ലേ? ഹായ്, നമ്മളിന്നുള്ളത് ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. നമ്മളൊരു പാർക്കിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പാലിച്ച് ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യണം, എങ്ങനെ രണ്ട് വണ്ടികൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം, എങ്ങനെ രണ്ട് വണ്ടികൾക്കിടയിൽ തട്ടാതെ മുട്ടാതെ ബോക്സിനകത്ത് കയറ്റി പാർക്ക് ചെയ്യണം എന്നെല്ലാം നോക്കിയാലോ. നമ്മളോടൊപ്പം ഉള്ളത് വട്ടിയൂർക്കാവിൽ നിന്ന് വന്ന അക്ഷയാണ്. ആരോ നോക്കി പോണേ. നമ്മളിതുപോലുള്ളൊരു മാളിൽ പാർക്കിംഗ് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് ആരോ ഉണ്ട്, ഒന്ന് തിരിച്ചു വരാനോ ഒന്ന് അങ്ങോട്ട് പോകാനോ. അപ്പോൾ ആരോ നോക്കി പോയേ. അടുത്ത് 36 പാർക്കിംഗ് എവിടെ ഉണ്ട്? ലെഫ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ പോവാം. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇട്ടേ. എന്നിട്ട് ഈ തൂണ് നമ്മുടെ ഈ സൈഡ് ഗ്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം തിരിക്കാം. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ഫൈൻ. ഇനി സൈഡ് ഗ്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം തിരിക്കാം. മാക്സിമം തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അടുത്ത് രണ്ടെന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? അവിടെ ഇനി 2 വേക്കൻറ്റ് സ്പേസ് ഉണ്ടെന്നാണ് അർത്ഥം. യെസ്, പോയോ. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. നമ്മുടെ ഷോൾഡർ ഈ എക്സിറ്റ് ബോർഡ് കഴിയുമ്പോൾ തിരിച്ചു. യെസ്. എന്നിട്ട് നമ്മൾ എവിടെ ചെല്ലണം? നമുക്കുള്ള ലൈൻ നോക്കിയേ. നമുക്ക് എവിടെ ലൈനുള്ളത്? അവിടെ ലൈനിലേക്ക് വന്നേ. നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന ലുലു മാളിൻ്റെ പാർക്കിങ്ങിലാണ്. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് റിവേഴ്സ് പാർക്കിംഗ് എല്ലാം പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് ആ കാരണത്തു നിന്ന് ഈ കണ്ട ബോക്സിനകത്ത് കയറ്റി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റായി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി എത്രത്തോളം എഫക്റ്റീവായിട്ട് എടുക്കുമെന്ന് നോക്കാം. പ്രോപ്പറായിട്ട് ആ മിററെല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റായി കയറി പോകുന്നുണ്ട്. സെറ്റ്. അപ്പോൾ ഈ കാണുന്ന കാറിന് എഴുതുന്ന വണ്ടി എടുത്തുകൊണ്ട് വരുമോ ഇല്ലെന്നാണ് നോക്കുന്നത്. വരുമ്പോൾ എന്തെങ്കിലും തട്ടോ ഇല്ലെന്നൊക്കെയാണ് നോക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ് ഐഡിയ എല്ലാം പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ എടുക്കും നോക്കാം. ആ വരുന്ന സ്വിഫ്റ്റ് കാറാണ് നമ്മുടെ കാറ്. പ്രോപ്പറായിട്ട് അവൻ കറക്റ്റായി ലെവൽ ചെയ്ത് വരുന്നുണ്ട്. സെറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ലുലു മാളിൻ്റെ പാർക്കിംഗ്? ഇന്ന് പാർക്കിംഗ് ഇല്ല, അതാണ് നമുക്കുള്ള വിഷയം അല്ലേ? സെറ്റല്ലേ? അപ്പോൾ നമ്മളൊരു മാളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇതിനകത്ത് കുറച്ച് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ആരോ മാർക്ക് നോക്കിയാണ് തിരിച്ചിറങ്ങേണ്ടത്. ആരോയിൽ കൂടെ മാത്രം വണ്ടി പോകേണ്ടത്. നമ്മുടെ സൈഡ് ഗ്ലാസ് ഈ ബ്ലൂ കാർ കഴിയുമ്പോൾ മാക്സിമം തിരിച്ചു കൊടുത്ത് ലെഫ്റ്റ്. യെസ്, കണ്ട കറക്റ്റ് ലെഫ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ആരോ നോക്കി അങ്ങ് പോയത്. എവിടെയാണോ ഏത് ബൂത്തിലാണോ ഫ്രീ ഉള്ളത് നമ്മൾ അവിടേക്ക് ചെല്ലുക. അവിടെ നിന്നൊരു കാറും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ബ്രേക്കിൽ കാല് വെച്ചിട്ട് ആ കാർ എങ്ങോട്ടാണ് പോകണമെന്നൊരു പ്ലാനിങ് നമ്മൾ മനസ്സിൽ കൊണ്ടുപോകാം. നമ്മൾ കയറാൻ വന്ന ബൂത്തിലേക്കല്ലേ, അപ്പോൾ നമുക്ക് എവിടെ ചെല്ലാം? അപ്പുറത്തില്ല. മാക്സിമം തിരിച്ചിട്ട് ക്ലച്ച് ഫുൾ അമർത്തി ഇനി അതിൻ്റെ ബാക്കിലായിട്ട് നിർത്തി കൊടുത്തേ. രണ്ട് ബൂത്തിൻ്റെ ആ 2 കോർണർ നോക്കി ഇറങ്ങിപ്പോയാൽ മതി. എന്നിട്ട് അവർ ആ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ അവർ നിർത്താൻ പറയും. നിർത്തി കൊടുക്കുക. ക്ലാസ് ആദ്യം നോക്കളെ ടാഗ് വാല്യൂ INR. എത്ര രൂപ കട്ടാവും? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇവിടെ ഒരു കർവിയല്ലേ, ഇവിടെ നിന്ന് വേറെ വണ്ടി ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് 2 ബൂത്തല്ലേ, അപ്പോൾ 2 ബൂത്തിൽ ഏതെങ്കിലും വണ്ടി വരുന്നതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് കയറി അങ്ങ് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വന്നോളൂ. ബാക്കി കാര്യം സെറ്റാണ്.